ഇങ്ങനെ പറ്റിക്കരുത്. എങ്ങനെ പറഞ്ഞുതരാം. തുണി, മണി, മേക്കപ്പ്, അലങ്കാര വസ്തുക്കൾ മേടിക്കാൻ കടയിലോട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ ലൈറ്റിൽ അവിടുത്തെ കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്താണെന്നറിയില്ല, എന്ത് ഭംഗിയാണെന്നറിയാം എന്നെ കാണാൻ. അങ്ങനെയാണെങ്കിൽ എന്താണെങ്കിലും ഈ ഡ്രസ്സ് മേടിച്ചേ പറ്റൂ, ഈ ലിപ്സ്റ്റിക്ക് മേടിച്ചേ പറ്റൂ, ഈ സാധനം മേടിച്ചേ പറ്റുള്ളൂ. യു ഓൺലി ലിവ് വൺസ്, അതായത് ഒരു തവണ ജീവിക്കുള്ളൂ. അപ്പൊ പിന്നെ പൈസ എന്നൊരു വിഷയമല്ല. അങ്ങോട്ട് പണം പോട്ടെ, പ്രതാപം വരട്ടെ, പണം പോട്ടെ, സൗന്ദര്യം വരട്ടെ, പണം പോട്ടെ, സാധനങ്ങൾ വരട്ടെ, സന്തോഷം അതാണല്ലോ വലുത്. ഇനിയാണ് ട്വിസ്റ്റിന്റെ വരവ്. ഇതേ സാധനം വീട്ടിൽ വന്നിട്ട് നോക്കിയാലോ പുറത്ത് പോകുമ്പോട്ട് നോക്കിയാലോ കടയിൽ കണ്ട ആ ലൈറ്റിലും ആ കണ്ണാടിയിലും കണ്ട അത്ര ഒരു പൊലിമ ഉണ്ടാവില്ല. അങ്ങനെ ഞാനൊരു സത്യം മനസ്സിലാക്കി. ഇത് എൻ്റെ സൗന്ദര്യത്തിൻ്റെയോ ഡ്രസ്സിൻ്റെ സൗന്ദര്യത്തിൻ്റെയോ അല്ല, ഇത് അവിടുത്തെ കടയത്തെ ലൈറ്റിൻ്റെ ഗുണമാണ്. അപ്പൊ എൻ്റെ പൊന്ന് കടക്കാർ, ഇങ്ങൾക്ക് നാട്ടിലും വീട്ടിലൊക്കെ ഉള്ള ലൈറ്റ് നിങ്ങൾ കടയിൽ വെച്ചാൽ പോരെ. അതായത് എവിടെ ഇട്ട് കഴിഞ്ഞാലും ഭംഗി ഉണ്ടാവണം. അപ്പൊ പിന്നെ കടയിലും മാത്രം മറ്റോടത്തെ ലൈറ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റും പിടിച്ചോണ്ട് എനിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുമോ? നിങ്ങളെ കടയത്തെ ലൈറ്റ് നിങ്ങളെ കടയിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളെ വീട്ടിലും നാട്ടിലും നടക്കുന്നിടത്തൊന്നും ആ ലൈറ്റ് അല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ലൈറ്റിൽ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിക്കുന്ന ഡ്രസ്സ്, ലിപ്സ്റ്റിക്ക്, അലങ്കാര വസ്തുക്കളൊന്നും വീട്ടിൽ വന്നിട്ട് നോക്കിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴോ ഇടുമ്പോൾ ഭംഗിയില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഭംഗിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലത്തെ നാട്ടിലത്തേക്ക് സാധാരണ ലൈറ്റ് കടയിൽ വെക്കൂ. അപ്പോൾ ആ ലൈറ്റിലിട്ട് നോക്കിയാലല്ലേ എന്തിനാണ് ഭംഗിയുള്ളത്, എന്തിനാണ് ഭംഗിയില്ലാത്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത്രയൊക്കെ ആയ ഞങ്ങളെ ഇനിയും പറ്റിക്കണോ? കടയുടമകളെ പറ്റിക്കണോ? കടയുടമകളെ നിങ്ങൾ ഞങ്ങളെ എന്തിനാ പറ്റിക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്, വേറെ ഒന്നല്ല. അപ്പം ടാറ്റ.